ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ആടുജീവിതം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ആടുജീവിതം എന്ന സിനിമയുടെ 16-ാം ദിവസമാണ് തിയേറ്ററുകളിൽ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജിന്റെ കരിയറിലെ ആദ്യ സോളോ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ വിഷു ഈദ് സിനിമകളോടൊപ്പം മികച്ച ഹോൾഡോടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണല്ലോ. ഇന്നലെ റിലീസ് ചെയ്ത വിഷു ഈദ് സിനിമകളെ പോലെ തന്നെ ഇന്നലത്തെ അപേക്ഷിച്ച് കളക്ഷൻ ഇടിവാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഡീസന്റ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1,12 ലക്ഷമായിരുന്നു ഇന്നലെ ഇതേ സമയം ആടുജീവിതത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 88 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ 1.5-2 കോടി റേഞ്ചിൽ കേരള ഗ്രോസ് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വ്യാഴാഴ്ച വരെ 15 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് 59 കോടി 30 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ പകുതി കളക്ഷൻ കൊണ്ട് മാത്രം ഇതിനോടകം തന്നെ 60 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമ കേരളത്തിൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. അതോടെ പൃഥ്വിരാജിന്റെ ലൂസിഫറിന് ശേഷം മറ്റൊരു സിനിമ കൂടി കേരളത്തിൽ 60 കോടി കളക്ഷൻ കടക്കുകയാണ്. 16 ദിവസത്തെ ആടുജീവിതം കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 60 കോടി 50 ലക്ഷത്തിനും 61 കോടി രൂപയ്ക്കും ഇടയിൽ കളക്ഷനാണ്. എന്തായാലും വളരെ മികച്ച കളക്ഷൻ 16 ദിവസങ്ങൾ കൊണ്ട് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 132 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുന്നതാണ്. ഒരാഴ്ച മുന്നേ 100 കോടി കളക്ഷൻ കടന്ന സിനിമ 100 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് എത്താനായിട്ട് കുറച്ചധികം ദിവസങ്ങൾ വേണ്ടി വന്നെങ്കിൽ പോലും ഇതിനു ശേഷം കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് എത്തിയതോടെ 120 കോടിയിൽ നിന്നും വളരെ വേഗത്തിലാണ് സിനിമ 130 കോടിയിലേക്ക് എത്തപ്പെട്ടത്. ഈ ശനി ഞായർ കളക്ഷൻ കടക്കുന്നതോടെ 145 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുമപ്പുറം ഫൈനൽ കളക്ഷൻ 150 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ആടുജീവിതം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.